ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ്. ഇതെൻ്റെ കൂട്ടുകാരൻ മുഹമ്മദാണ്. എൻ്റെ കൂടെ പണ്ട് UP സ്കൂളിൽ പഠിച്ചൊരു കൂട്ടുകാരാണ്, എൻ്റെ റിലേഷനും കൂടിയാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കാണ് കേട്ടോ. മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് വരാനൊരു കാരണമുണ്ട്. അത് മുഹമ്മദിനൊരു സ്കൂട്ടർ നോക്കാൻ വേണ്ടിയിട്ട് മുഴപ്പിലങ്ങാട് വന്നതാണ്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം നമ്മൾ മുഴപ്പിലങ്ങാട് കറങ്ങാമെന്ന് വിചാരിച്ചാൽ അത് മുഹമ്മദിനെ കൂട്ടി നമ്മളിവിടെ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അവിടെ പുതിയ ഓപ്പൺ ആകാൻ പോകുന്ന എന്താ പറയുക, കോടി സൈഡ് ഒരു എന്താ പറയുക ഫുട്പാത്ത് പോലെ ആക്കിയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഓപ്പൺ ആയിട്ടില്ല. ഏകദേശം ബീച്ചിൻ്റെ ഈ തല തൊട്ട് അങ്ങേ തല വരെ നീളത്തിൽ ഏകദേശം 2 കിലോമീറ്റർ അങ്ങനെ എന്താണ് പറയുന്നത്, ആ ഒരു ലെങ്ത്തിൽ തന്നെ ഇത് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി സെറ്റപ്പായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഒരു ബസ് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് ഇങ്ങനെ കയറി വന്ന് റൗണ്ട് അടിക്കുന്നതുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഡ്രൈവിംഗ് ബീച്ചാണ് തന്നെ, പിന്നെ പൂണ്ട് പോകുന്നുള്ള ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ മുഴപ്പിലങ്ങാട് ബീച്ചിനെ പറ്റി ആരോട് പറയേണ്ട ആവശ്യമില്ല. ഏകദേശം എല്ലാവർക്കും അറിയുന്നൊരു നല്ല ബീച്ച് ഡ്രൈവിംഗ് ബീച്ചാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മളത് എന്താ പറയുക ബീച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ കണ്ട ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ച് സൈഡിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനും മമ്മ എന്ത് ചെയ്ത് ബീച്ച് സൈഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളൊരു കാഴ്ച കാണുന്നത്. ആ ഫാമിലി ട്രിപ്പായിട്ട് വന്ന ബസ്സിൽ നിന്ന് ഇറങ്ങിയെന്നൊരു ചങ്ങായിൻ്റെ നമ്മൾ യൂട്യൂബിൽ എന്താ പറയുക അത്രയും പരിചയമുള്ളൊരു ചങ്ങായിയാണ്. നമ്മുടെ നാസർ ഖാൻ്റെ കൂടെ കോമഡി ആയിട്ട് അഭിനയിക്കുന്ന ജുനൈസ് ആണ് കേട്ടോ. നമുക്ക് ജുനൈസിനെ പരിചയം. ഫാമിലി ട്രിപ്പായിട്ട് വന്നാ എങ്ങനെയുണ്ട്? അതെയാ നാസർക്കാട് നാസർക്കാട് കടലാണല്ലോ പേടിയാണല്ലേ. ഇങ്ങനെ പരിപാടി സെറ്റ് നമ്മൾ സബ്സ്ക്രൈബ് പറയാം. അത്രയാണ്. അങ്ങനെ നമ്മൾ ജുനൈസായിട്ട് സംസാരിച്ചതിൽ കഴിഞ്ഞ് എന്താ പറയുക ബീച്ച് സൈഡൊക്കെ വന്ന കൂടി റൗണ്ട് അടിച്ച് ഞാനും മുഹമ്മദും എന്താ പറയുക തിരിച്ച് പോകാനുള്ള പ്ലാനിങ്ങിനാണ് കേട്ടോ. അപ്പോൾ ജുനൈസിനെയും നാസർ ഖാനെയും അറിയാത്തവർ വളരെ അപൂർവമായിരിക്കും. യൂട്യൂബിൽ തരംഗായി നിൽക്കുന്ന ആൾക്കാരാണ്. ഭയങ്കര അത്യാവശ്യം നല്ല കോമഡിയും റീച്ചൊക്കെ ഉള്ള നല്ല യൂട്യൂബേഴ്സാണ്. അത്യാവശ്യം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു യൂട്യൂബേഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജുനൈസും ടീമൊക്കെ പോക്കാണ്. പക്ഷെ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല അസർ. അപ്പോൾ അസർ നിസ്കരിച്ചിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ് കേട്ടോ. അപ്പോൾ മുഹമ്മദ് പറഞ്ഞ് നമുക്കൊരു ചായലും കുടിച്ചിട്ട് മെല്ലെ നാട്ടിലേക്ക് പോകാൻ. അപ്പോൾ നമ്മൾ താഴ്ചക്ക് എത്തി സെക്യൂരാ മാളിന് നേരെ ഓപ്പോസിറ്റ് അടിപൊളി തട്ടുകടയുണ്ട്. അപ്പോൾ തട്ടുകടയിൽ നിന്ന് ഞാനും മുഹമ്മദ് എന്ത് ചെയ്ത് പിന്നെ 2 ബീഫും പുട്ടും, അതായത് പുട്ടും ബീഫും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ സമയം തന്നെ പുറത്ത് നല്ല മഴക്കാറും ഇടിയൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നേ. പക്ഷെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂട്. ഒന്നാമത് ഫുഡിൻ്റെ ചൂടും അതുപോലെ തന്നെ ഉള്ളിൽ ഫാന് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ചൂടും ഉണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഫുഡ് അടിപൊളിയായിരുന്നു, സംഭവം കിടുവായിരുന്നു ഫുഡ്. മുഹമ്മദിന് ഷൈൻ്റെ ചെറിയ ഷൈൻ്റെ കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഇതാ കാർമേഘങ്ങളൊക്കെ കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് മഴ പെയ്യുന്നതിന് മുന്നേ നമ്മൾ നാട്ടിലേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.